അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എഡർബി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ നമ്മളൊരു ട്രെയിലർ ക്യാമ്പിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ നമ്മളിവിടെ വന്നു, ട്രെയിലർ ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഫയർ പിറ്റ് ഇടണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഈ ഒരു ക്യാമ്പിങ്ങിനെ കുറിച്ചും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും, ക്യാമ്പിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലായാലും ക്യാമ്പിംഗ് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ക്യാമ്പിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും, ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോക്കൽ സ്ഥലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ നമ്മുടെ മുമ്പിൽ കൂടെ നല്ലൊരു ലേക്ക് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൃഗങ്ങളൊക്കെ, മാന് സംഭവങ്ങളൊക്കെ, നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു മാനിനെയൊക്കെ ഇവിടെ കണ്ടിരുന്നു. മാന്, കരടി സംഭവങ്ങളൊക്കെ ഈ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഈ നദിയുടെ തീരങ്ങളിലൊക്കെ വരും. അപ്പോൾ നമുക്കിതിൻ്റെ ഓണർ ഒരു ബൈനോക്കുലറൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്നും എന്തൊക്കെയാണ് ഇവിടുത്തെ എക്സ്പീരിയൻസുകളെല്ലാം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ആർ വി ആണ് ഈ കാണുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ അട്രാക്ഷൻസ് എന്ന്. ഇതൊരു 1 ബെഡ്റൂം ആർ വി ആണ്. പക്ഷെ നമുക്ക് ഇവിടെ കിടക്കാനായിട്ട് സോഫ ബെഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇത് നല്ലൊരു അടിപൊളി ബെഡൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കിടക്കാനായിട്ട്. പിന്നെ ഇതൊരു വാഷ്റൂമാണ്. വാഷ്റൂം ഉണ്ട്. അത് കൂടാണ്ട് ഷവറിന് പറ്റിയൊരു ഷവറിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ. ഇതൊക്കെ നമുക്ക് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെഡ്സ് ആട്ടോ, കൗച്ചുകളാണ്. പക്ഷേ അത് നമുക്ക് ബെഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെയുണ്ട് അതേപോലെ തന്നെ. അതായത് നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യണം. അതായത് നല്ലൊരു കിച്ചൺ, പിന്നെ ഒരു മിനി ഫ്രിഡ്ജ് ഇവിടെ തന്നിട്ടുണ്ട് അവർ. നല്ല അടിപൊളി ഒരു ഫ്രിഡ്ജാണിത് കാണാൻ. നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രീസർ യൂണിറ്റ് ആണ്. പിന്നെ അതേ ഓവൻ ഉണ്ട്, കുക്ക് ചെയ്യാനായിട്ട് കുക്ക് ടോപ്പ് ഉണ്ട്. എല്ലാം നല്ല ഫ്രഷ്, നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു ടി വി. ഇതൊരു മിററാണ്, പക്ഷേ നമുക്കിത് വേണ്ട, അത് ബെഡ്റൂമിൽ നിന്ന് ടി വി കാണാനായിട്ട് ഉള്ള ഒരു ടി വി പോലെ ചെയ്തിട്ടുണ്ട്. വിൻഡോസൊക്കെ ക്ലോസ്ഡ് ആണ്. പിന്നെ നമുക്ക് ഹീറ്റിങ്ങും കൂളിങ്ങൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ക്യാരവാനിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആർ വിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ ആയിട്ട് കാണുന്നത്. അതായത് നല്ലൊരു അടിപൊളി ഒരു വ്യൂ ആണ് കാണുന്നത്. ഇത് അതിൻ്റെ സൈഡ് വ്യൂ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ വിൻഡോ എല്ലാം ഓപ്പൺ ചെയ്തിട്ടേക്കണതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു വിഷ്വൽ കിട്ടുന്നുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരു മാനിനെയൊക്കെ കണ്ടു നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുറന്നിട്ടേക്കനാണ്, എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വരുമോ ഇല്ലെന്നുള്ളത് കാണാനായിട്ട്. നമ്മുടെ മുമ്പിൽ കാണുന്നത് ആപ്പിൾ മരമാണ്. പക്ഷേ ഇപ്പോൾ ആപ്പിളുകൾ കാര്യങ്ങളൊന്നുമില്ല. അതിപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ആപ്പിൾ മരങ്ങളാണ് നമ്മളെ കാണുന്നത്. ഇവിടെ ഒരു ബാർബിക്യൂ മെഷീനൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അവർ. നല്ലൊരു അടിപൊളി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാർബിക്യൂ മെഷീൻ. അപ്പോൾ നമ്മൾ ബാർബിക്യൂ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇനി ഇതിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ ആനിമൽ വാച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഓണർ തന്നതാട്ടോ. ഇത് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിവിടെ കാണാം. മൃഗങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ തീരത്ത് നമുക്കിങ്ങനെ നോക്കി കാണാനൊക്കെ ആയിട്ട് ഉള്ള ഒരു ബൈനോക്കുലർ നമുക്ക് അവർ തന്നിട്ടുണ്ട്. നല്ല സർവീസാട്ടോ, നല്ല അടിപൊളി ഹോസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോസ് കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.
വെൺമാനം മേലെ മേലെ പൊന്തൂവൽ വീശുന്നാരോ പോരുന്നോ നീയും കൂടെ സഞ്ചാരിക്കാറ്റേ വായോ വെൺതൂവൽ വീശുന്നാരോ ഒന്നോടിച്ചേരോ ദൂരെ അപ്പോൾ നമ്മൾ ക്യാമ്പ് ഫയർ എല്ലാം നമ്മൾ ഓഫ് ചെയ്തു. കാരണം നല്ല തണുപ്പാണ് പുറത്ത്. 2 ഡിഗ്രി -1, 2 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ മാനുകളൊക്കെ പുറത്തുണ്ട്, കരടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ അകത്തേക്ക് കയറണതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമ്പർ വാൻ്റെ അകത്തേക്ക് കയറി. അതെ, ഇവിടെ റോസൊക്കെ അതേ കിടന്നിട്ടുണ്ട്. എല്ലാവരും കിടക്കാനുള്ള പരിപാടിയിലാണ്. ബെഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇനി രാവിലെ എണീറ്റിട്ട് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് മാനിനെയൊക്കെ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ കെയ്ത്തും വോൺഷേറ്റും ഇവരാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ കേട്ടോ. അപ്പോൾ ഇവര് നമ്മളെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ ഒരു പാമ്പിനെ കണ്ടപ്പോൾ നമുക്ക് പാമ്പെന്ന് പറഞ്ഞാൽ പേടിയാണല്ലോ. പൊതുവേ മലയാളികൾക്ക് എല്ലാവർക്കും പാമ്പെന്ന് പറഞ്ഞാൽ ഒരു പേടിയായിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ പുള്ളി എന്നിട്ട് ഈ പാമ്പിനെ മാളത്തിൽ പോയി പിടിച്ച് നമ്മളുടെ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ഇത് ഗാർഡൻ സ്നേക്ക് ആണ്, ഇതിവിടെ കാനഡയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്നേക്കാണ്, ആരും ഉപദ്രവിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫാമിലി. എന്തായാലും ഒരു വളരെ നല്ലൊരു ദിവസമായിരുന്നു കെയ്ത്തും വോൺഷേറ്റും നമുക്ക് തന്നത്. സോ താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്ത ആർവിയുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി വേറൊരു ലൊക്കേഷനിലേക്കാണ് നമ്മുടെ യാത്ര. അത് കങ്കാരുകളുടെ നാട്ടിലേക്കാണ്. കങ്കാരുവിനെ കാണാനും കങ്കാരുവിനെ അടുത്തറിയാനും പറ്റുന്ന ഒരു കങ്കാരു ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.